ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ മോളെയും കൊണ്ട് കുറച്ച് സമയം പാർക്കിലേക്കൊക്കെ ഒന്ന് പോയി. അങ്ങനെ തിരിച്ച് കുറച്ച് നേരം അവളുടെ കൂടെ കളിച്ച് പിന്നെ തിരിച്ച് വരാൻ പറഞ്ഞപ്പോൾ തിരിച്ച് വരാണ്ട് പിന്നെയും പോവാണ് കളിക്കാനായിട്ട്. അങ്ങനെ ഒരു കണക്കിന് അവളെയും കൊണ്ട് പോരാണ്. എന്നെക്കാളും മുന്നേ ഓടാട്ടോ ആശാതി, നിൽക്കാൻ മാത്രം നിൽക്കണില്ല. അങ്ങനെ അവളെയും കൊണ്ട് പോരണ വഴിക്ക് ഇതാ ഈ പൂവ് കണ്ടു, നല്ല വെയിൽ പൂവ് കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ അതാ വീട്ടിലെത്തി. 12 മണിയായിട്ടുണ്ടായിരുന്നു വീട്ടിലെത്താനായിട്ട്. വേഗം അരി ഇട്ടു. കുക്കറിലാണ് സാധാരണ അരി ഇടാറ്. ഹസ്ബൻഡിൻ്റെ ഓഫീസുള്ള ദിവസം മാത്രം തെർമൽ കുക്കറിൽ വയ്ക്കും, തലേദിവസം വെച്ച് വയ്ക്കും. പിന്നെ കുറച്ച് ബീഫ് ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ മഞ്ഞളും ഉപ്പും മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടാണ് പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ അത് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. സവോളയും ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പിന്നെ വഴുതനങ്ങയോട്ടൊരു കറി വയ്ക്കാമെന്ന് കരുതി. പിന്നെ ബീഫ് വയ്ക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വേഗം അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണതിൽ കുക്കറിന് വിസിലൊക്കെ വന്നോട്ടോ. പിന്നെ ബീഫ് കറി എല്ലാവരും വയ്ക്കണ പോലെ തന്നെ ഞാനും വയ്ക്കാറ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവോള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചതും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ അതൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല കുരുമുളക് പൊടി. മുളക് പൊടി ഞാൻ ഇട്ടില്ല, കാരണം ബീഫിൽ ഓൾറെഡി മുളകും മഞ്ഞളൊക്കെ ഞാൻ തിരുമ്മി വെച്ചേക്കണ കാരണം കൊണ്ട് ഞാൻ അതൊന്നും ഇട്ടില്ല. അങ്ങനെ അതൊക്കെ ഇട്ട് അതിൻ്റെ പച്ചക്കുത്ത് പോണ വരെ വഴറ്റിയിട്ട് പിന്നെ ഒരു തക്കാളി ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ബീഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് അതും അതിലേക്ക് ഇട്ടു. പിന്നെ അതങ്ങോട്ട് അടച്ച് വെച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. കുക്കറിലല്ല ഞാൻ വേവിക്കുന്നത്, സാധാരണ ഇങ്ങനെ പാത്രത്തിൽ തന്നെയാണ് വേവിക്കുന്നത്. അതന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വെച്ചത്. പിന്നെ ഒരു വഴുതനങ്ങ കറി, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. ഞാൻ ഒരു ചാനലിൽ കണ്ടതാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2-3 ചുവന്നുള്ളിയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എൻ്റെ കയ്യിൽ സവോള ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ സവോള ഇട്ടത്, ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ ബീഫൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് പൊട്ടാറ്റോ ഇട്ടു. അങ്ങനെ അത് അടച്ച് വെച്ചു. പിന്നെ വഴുതനങ്ങ കറി ഉണ്ടാക്കാനുള്ള പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും പൊട്ടിച്ച് ഒരു ഉണക്കമുളക് ഇട്ടിട്ട് ഈ അരച്ച് വെച്ച മിക്സും ഞാൻ അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചിട്ട് അതും ഒഴിച്ചു. അതിന് ശേഷം ഈ തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് ഈ വഴുതനങ്ങ ഇട്ട് അത് അടച്ച് വെച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ അപ്പോഴേക്കും ബീഫ് കറി ഞാൻ വീണ്ടും തുറന്ന് നോക്കി ഇളക്കിയൊക്കെ ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കുറവായിരുന്നു. പിന്നെ അതാ ചോറൊക്കെ റെഡിയായി, കൂട്ടാൻ വഴുതനങ്ങ കറിയും റെഡിയായി. അതിൽ ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു. എല്ലാ കറികളും റെഡിയായി. അങ്ങനെ എല്ലാവർക്കും വേഗം ചോറൊക്കെ കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.